ട്രംപിന്റെ ഉറപ്പിന് പിന്നാലെ ഇറാനിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ബി ദിലീപ് കുമാർ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ദിലീപ് കുമാർ, ഈ സംഘർഷത്തിന് ഒരു അയവ് വരുന്നു, സമാധാനത്തിലേക്ക് പശ്ചിമേഷ്യ പോകുന്നു എന്ന ആശ്വാസം വരുന്നതിനിടയിലാണ് വീണ്ടും ആക്രമണത്തിന്റെ വിവരങ്ങൾ. എന്താണ് നിലവിലെ സാഹചര്യം? ഗൂഗിൾ പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് പോകുന്നു എന്ന സൂചനയാണ് രാവിലെ ഉണ്ടായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇറാനും ഇസ്രയേലും വെടിനിർത്തലിന് ധാരണയായി എന്ന പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ പിന്നീട് ഇറാൻ പ്രതിരോധ മന്ത്രി അബ്ബാസ് അറാക്ചി പറഞ്ഞത് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടില്ല എന്നാണ്. ഇസ്രയേലും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നില്ല. അതിനിടെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇസ്രയേലിനെതിരായ വ്യോമാക്രമണം ഉണ്ടായെന്നും ഇറാൻ അതിനെ ശക്തമായി പ്രതിരോധിച്ചെന്നും ഇരു രാജ്യങ്ങളും അവകാശപ്പെടുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഹേഗിലേക്ക് തിരിക്കും മുമ്പ്, നാറ്റോ ഉച്ചകോടിയിലേക്ക് പോകുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞതിനു ശേഷവും വെടിനിർത്തൽ ധാരണ ലംഘിക്കുന്ന ഇരു രാജ്യങ്ങളുടെയും നടപടിയെ അദ്ദേഹം ശക്തമായി എതിർത്തത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഇസ്രായേലിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. വെടിനിർത്തലിന് 12 മണിക്കൂർ താൻ സമയം അനുവദിച്ചു എന്നതിനർത്ഥം അതിനുശേഷമുള്ള 1 മണിക്കൂറിൽ കൊണ്ട് എന്ന് അവിടെയുള്ള ബോംബുകളെല്ലാം ഇറാനുമേൽ വർഷിക്കുക എന്നല്ല അതിനർത്ഥം എന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷമാണിപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെതായി പിന്നീട് ഒരു പ്രസ്താവന വന്നത്. അവിടെയുള്ള ബോംബുകൾ വർഷിക്കുന്ന ഇസ്രയേലിൻ്റെ പൈലറ്റുമാരെ തിരിച്ചു വിളിക്കുക, അവിടെ ഇനി ബോംബുകൾ വർഷിക്കരുത് എന്ന മുന്നറിയിപ്പും ട്രംപ് നൽകി. തുടർന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രസ്താവന വീണ്ടും നടത്തേണ്ടി വന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഈ ഉറപ്പുകളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ സംഘർഷത്തിന് കാരണമായ കാതലായ പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഇസ്രയേൽ ഏകപക്ഷീയമായ ആക്രമണം നടത്തിയെന്ന ഇറാൻ്റെ പരാതി, ഇറാൻ്റെ ആക്ഷേപം, ഇറാൻ്റെ ആരോപണം അത് ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിച്ച് തകർത്തു എന്ന അമേരിക്കയുടെ അവകാശവാദം നിൽപ്പുണ്ട്. ആ അവകാശവാദം എത്രത്തോളം ശരിയാണ് എന്നത് സംബന്ധിച്ച് ഇറാൻ ഈ ആണവ കേന്ദ്രങ്ങളൊക്കെ തുറന്നു കൊടുത്താൽ മാത്രമേ ആ അവകാശവാദം ശരിയാണോ എന്നത് അറിയാൻ കഴിയൂ. ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഇങ്ങനെയുള്ള ആക്രമണം പ്രതീക്ഷിച്ചാണ് ഇറാൻ ഇരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു സ്ഥലത്തേക്ക്, സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അക്കാര്യം ഏതാണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവിടെ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം കൊണ്ടുപോയിട്ടുണ്ട്. ഏതാണ്ട് 10 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ കഴിയുന്ന അത്രയും സമ്പുഷ്ടീകരിച്ച യുറേനിയം, 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം കൊണ്ടുപോയി എന്നാണ് അമേരിക്ക തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇനി കൂടുതൽ വ്യക്തതയും സ്ഥിരീകരണവുമൊക്കെ വരേണ്ടിയിരിക്കുന്നു. ഗോകുൽ. ശരി, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയ. യുദ്ധ നേട്ടങ്ങൾ അല്ലെങ്കിൽ യുദ്ധ ലക്ഷ്യങ്ങളിൽ ആരൊക്കെ കൈവരിച്ചു എന്ന ചോദ്യങ്ങൾ അവശേഷിക്കുമ്പോഴും 12 ദിവസം ആ മേഖലയിലെ ജനങ്ങൾ വലിയ ആക്രമണം നേരിട്ടു. നിരവധി പേർക്ക് ആൾനാശമുണ്ടായി, ഒപ്പം അരക്ഷിതാവസ്ഥയും.